പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, വീണ്ടും എൻ്റെ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമുക്ക് എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഇനി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സംഖ്യകളെ കുറിച്ചുള്ള പഠനത്തിൽ നമുക്കിനി ഒന്നുകൂടി അവരെ കുറിച്ച് കുറച്ചുകൂടി പഠിക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു നെഗറ്റീവ് സംഖ്യ എങ്ങനെയാണ് പഠിച്ചു ഇല്ലേ? ഒരു നെഗറ്റീവ് സംഖ്യ എങ്ങനെയാണ് കുറയ്ക്കുക എന്ന് പഠിച്ചു. ഇനി നമുക്ക് പോസിറ്റീവ് സംഖ്യ എങ്ങനെയാണ് കുറയ്ക്കുക എന്ന് പഠിക്കാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിലേക്ക് ടേബിളിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് 5 കുതിരകൾ വരിക്കുന്നതായിട്ട് കാണാം അല്ലേ? കാട്ടിനെ 5 കുതിരകൾ വരിക്കുന്നത് കാണാം. അത് നിങ്ങളുടെ റൈറ്റ് സൈഡിലേക്കാണ്, അത് വലതുഭാഗത്താണ് അല്ലേ? അതുകൊണ്ട് നമ്മൾ എന്ത് പറയാം, ഇതിനെ ഈ കാട്ടുമ്മ അനുപ്പെടുന്ന ബലം പോസിറ്റീവ് 5 ആണ് എന്ന് പറയാം. എന്താ പറയുക? പോസിറ്റീവ് 5 ആണ് അതിൽ അനുപ്പെടുന്നത്. ഇനി അതിൽ നിന്ന് നമ്മളിപ്പോൾ പോസിറ്റീവ് 5 2 കുതിരകളെ ഞാൻ കുറയ്ക്കുകയാണ്. ഇപ്പോൾ എന്താണ്, 2 കുതിരകളെ നമ്മൾ എടുത്തു മാറ്റുകയാണ്. അപ്പോൾ പോസിറ്റീവ് കുതിരകളെ കുറയ്ക്കുകയാണ്. അപ്പോൾ പോസിറ്റീവ് 5ൽ നിന്ന് പോസിറ്റീവ് 2 കുറയ്ക്കാനുണ്ട്. അപ്പോൾ നമുക്ക് എത്ര കുതിരയാണ് കാണുന്നത്? പോസിറ്റീവ് 3 അല്ലേ? പോസിറ്റീവ് 3 കുതിരകളെ നമുക്ക് സംശയമില്ലേ? ഇതിന് പകരം നമ്മൾ പോസിറ്റീവ് 5 കുതിരകളെ കൂട്ടിയാലും മതി. നെഗറ്റീവ് 2 കുതിര കൂട്ടിയാലും ഇതേ ഫലം കിട്ടും. ഇവിടെ നോക്കിയാൽ നമ്മൾ ഇവിടെ ഇപ്പോൾ 5 കുതിരകൾ ഇരിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ ഇടത് ഭാഗത്ത് പോസിറ്റീവ് 5 കുതിരകൾ ഇപ്പോൾ കാണാം. അതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് നെഗറ്റീവ് 2 കുതിരകളെ ആഡ് ചെയ്യാൻ പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ എന്തുണ്ടായി? പോസിറ്റീവ് 5 കുതിര ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ പോസിറ്റീവ് 2 കുതിരകളെ നെഗറ്റീവ് 2 കുതിരകളെ പോസിറ്റീവ് 5 കുതിരകൾ വലതുഭാഗത്തുള്ള സമയത്ത് ഞാൻ നെഗറ്റീവ് 2 കുതിരകളെ ഇടതുഭാഗത്ത് കൂട്ടി. അപ്പോൾ ഉത്തരം അപ്പോഴും എന്താ വരിക? പോസിറ്റീവ് 3. കാരണം പോസിറ്റീവ് 5 കുതിരകളിൽ 2 കുതിരകളുടെ ശക്തി പരസ്പരം ക്യാൻസലായി പോകും അല്ലേ? ബാക്കി 3 കുതിര ശക്തി വലത്തോട്ട് അനുപ്പെടും. അപ്പോൾ പോസിറ്റീവ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് കൂട്ടുക എന്നർത്ഥം. പോസിറ്റീവ് കൂട്ടണം, പോസിറ്റീവ് സമം കുറയ്ക്കണം നെഗറ്റീവ്. അതായത് പോസിറ്റീവ് എക്സിൽ നിന്ന് പോസിറ്റീവ് വൈ കുറയ്ക്കാൻ പറഞ്ഞാൽ പോസിറ്റീവ് എക്സിൻ്റെ കൂടെ എന്ത് ചെയ്താൽ മതി? നെഗറ്റീവ് വൈ നെഗറ്റീവ് വൈ കൂട്ടിയാൽ മതി. മനസ്സിലായ? ഇമ്പോർട്ടൻ്റ് ആണ്. പോസിറ്റീവ് കുറയ്ക്കാൻ പറഞ്ഞാൽ പോസിറ്റീവ് സംഖ്യ കുറയ്ക്കാൻ പറഞ്ഞാൽ എന്താ? നെഗറ്റീവ് സംഖ്യ കൂട്ടിയാൽ മതി. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ എന്ത് പഠിച്ചു കഴിഞ്ഞാൽ സങ്കലന നിയമങ്ങളും പഠിച്ചു, വ്യവകലന നിയമങ്ങളും പഠിച്ചു. അതായത് അഡീഷൻ്റെയും സബ്ട്രാക്ഷൻ്റെയും റൂളുകൾ പഠിച്ചു. സബ്ട്രാക്ഷൻ്റെയും റൂളുകൾ പഠിച്ചു. ഇനി നമുക്ക് ഏത് പഠിക്കാം? ബേസിക് പഠിക്കാം.